ഷിയാൻ നഗരത്തിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്ററോളം മാറി ടെറാക്കോട്ട വാരിയേഴ്സ് യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റാണ്. അതാണ് ടിക്കറ്റ്. 120 RMB ഒരാൾക്ക്. 1974 ഒരു കർഷകരിവിടെ കിണർ കുഴിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു തലയോട്ടി രൂപം കണ്ടെത്തുകയുണ്ടായി. അങ്ങനെ ഈ ഏരിയ എക്സ്കവേറ്റ് ചെയ്തപ്പോൾ 7000-ഓളം ഭടന്മാരും കുതിരകളും അങ്ങനെ മറ്റ് പടക്കോപ്പുകളുടെയും ഒക്കെ ഒറിജിനൽ സൈസ്, യഥാർത്ഥ സൈസിലുള്ള ടെറാക്കോട്ട അഥവാ കളിമണ്ണ് ചുട്ടെടുത്തതിൽ തീർത്ത രൂപങ്ങളാണ് ഇവിടെ കണ്ടെത്തിയത്. അതൊരു സൈനിക വ്യൂഹത്തിൻ്റെ ഫോർമേഷൻ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായത്. ചൈനയിലെ ആദ്യത്തെ ഡൈനാസ്റ്റിയിലെ ആദ്യത്തെ എംപറർ ചിൻ ചക്രവർത്തിയുടെ പാരത്രിക ജീവിതം ശുഭകരമാക്കാൻ വേണ്ടി പതിറ്റാണ്ടുകളോളം 7 ലക്ഷത്തിൽ പരം തൊഴിലാളികൾ ജോലി ചെയ്തിട്ട് ഈ ഒരു സംഗതി പൂർത്തീകരിച്ചത്. ഇത് 20,000 സ്ക്വയർ മീറ്റർ പടർന്ന് കിടക്കുന്ന ഒരു റീജിയനിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ രസകരമായ ഒരു സംഗതി എന്ന് വെച്ചാൽ ഓരോ മുഖവും വ്യത്യസ്തമാണത്രേ. ഓരോന്നും യഥാർത്ഥത്തിൽ അന്നുണ്ടായിരുന്ന ഭടന്മാരുടെ മുഖം പോലെ തന്നെയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്നാണ് ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്നവർ പറഞ്ഞിരുന്നത്. 2200 വർഷത്തിലധികം മുമ്പാണ് ഈ ചക്രവർത്തി ജീവിച്ചിരുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ അവരുടെ ഒരു കരുത്തും സൃഷ്ടി വൈഭവമൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആയിരക്കണക്കിന് തദ്ദേശീയരാണിത് ഇതൊക്കെ കാണാൻ വേണ്ടി വരുന്നത്. ഇതെന്നല്ല, നമ്മൾ എവിടെ പോയാലും ഇവർക്ക് ഇതിൽ നിന്നൊക്കെയുള്ളൊരു വരുമാനം തന്നെ നോക്കുകയാണെങ്കിൽ 120 RMB വെച്ചിട്ട് 1,00,000 ആളൊന്നും ആയിരിക്കുമല്ലോ ഒരു ദിവസം ഇത് കണ്ടുപോകുന്നത്. എല്ലാം വളരെ നീറ്റായിട്ടും നല്ല പ്രൊഫഷണലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാഫിക് ഫ്ലോ ഒക്കെ ഒരു ഭാഗത്തു നിന്ന് ഒരു ഭാഗത്തേക്ക് എങ്ങനെ പോകണമെന്നൊക്കെ കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. ചൈനയുടെ പല പ്രൊവിൻസുകളിൽ നിന്നും പല ടൂർ ഗ്രൂപ്പുകളായിട്ട് വന്നിട്ടുള്ളതാണ് കൂടുതൽ. വിദേശികൾ ശരിക്കും വളരെ വളരെ കുറവാണ്. മനസ്സിലാക്കുന്നത് ഷാങ്ഹായ്, ബെയ്ജിങ്, ഗോങ്ജോ പോലെയൊക്കെയുള്ള ഈസ്റ്റ് കോസ്റ്റൽ സിറ്റികളിൽ മാത്രമാണ് കാര്യമായിട്ട് ടൂറിസ്റ്റുകൾ, പുറത്തുനിന്ന് വിദേശികൾ വരുന്നത്. ഇവിടെയൊക്കെ ചൈനയിൽ അകത്തുള്ള ആളുകൾ തന്നെയാണ് കൂടുതലായിട്ട് സന്ദർശകരായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നത്.